IAS 20 ഗവൺമെൻറ് ഗ്രാൻഡ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെൻറ് അസിസ്റ്റൻസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഓൾറെഡി എന്താണ് ഗ്രാൻഡ് എന്നുള്ളതും റവന്യൂ ഗ്രാൻഡും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് നിങ്ങൾ ഈ പാർട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാലേ കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻ ഡീപ്പായിട്ട് മനസ്സിലാവുള്ളൂ. ക്യാപിറ്റൽ ഗ്രാൻഡ്, അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു നോൺ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു നോൺ കറണ്ട് അസറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തരുന്ന ഗ്രാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഗ്രാൻഡ്. സോ ക്യാപിറ്റൽ ഗ്രാൻഡ് ഈസ് ഗ്രാൻഡ് റിലേറ്റഡ് ടു പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ്സ്. നമുക്ക് ഈ ക്യാപിറ്റൽ ഗ്രാൻഡിൻ്റെ അക്കൗണ്ടിങ് മെത്തേഡ്സ് നോക്കാം. ഓക്കെ, ഇവിടെയും 2 മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഓഫ് മെത്തേഡ്, 2 ഡിഫേർഡ് ഇൻകം മെത്തേഡ്. ഫസ്റ്റത്തെ നെറ്റ് ഓഫ് മെത്തേഡ് നോക്കാം. അതായത് നെറ്റ് ഓഫ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാനൊരു മെഷീൻ പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക $1,00,000. ഓക്കെ, സോ ഈ ഒരു പർച്ചേസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഗ്രാൻഡ് കിട്ടുന്നത്. ഗ്രാൻഡ് എനിക്ക് $60,000 കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നെറ്റ് ഓഫ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ മെഷീൻ ഉണ്ടല്ലോ, ഈ മെഷീൻ്റെ 1,00,000 എമൗണ്ടിൽ നിന്ന് ഈ 60,000 കുറച്ചിട്ട് ബാക്കി എത്രയാണോ വരുന്നത് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അതായത് 1,00,000 നിന്ന് 60,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40,000. ഈ 40,000 ആയിരിക്കും നമ്മുടെ SOFPയിൽ നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന എമൗണ്ട്. സോ ഇതാണ് നെറ്റ് ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ $40,000 മുകളിലായിരിക്കും നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും? കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? സോ ഈ 40,000 മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇവിടെ അപ്പം എങ്ങനെയാണ് ഈ ഗ്രാൻഡിൻ്റെ ബെനിഫിറ്റ് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കിക്കേ. നമ്മൾ ഈ $1,00,000 മുകളിൽ, ഓക്കെ, ഈ $1,00,000 മുകളിലായിരുന്നു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു യൂസ്ഫുൾ ലൈഫ് 5 years എടുക്കുന്നുണ്ട്, 5 വർഷം. സോ 1,00,000 ബേസിസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ $20,000 വന്നേനെ. ഓക്കെ, നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പോകുന്നത് എത്രേൻ്റെ മുകളിലാണ്? ഈ $40,000 മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. സോ 40,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 8,000 എന്ന് കിട്ടും. നിങ്ങളിവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടി പറ്റും. ഡിപ്രീസിയേഷൻ കുറഞ്ഞു, അല്ലേ? ഡിപ്രീസിയേഷൻ കുറഞ്ഞു. ഡിപ്രീസിയേഷൻ എന്താ? എക്സ്പെൻസ് ആണല്ലേ. ഇവിടെ നമ്മൾ എക്സ്പെൻസ് ഇൻഡയറക്റ്റ്ലി ഇതാ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. സോ എക്സ്പെൻസ് കുറഞ്ഞത് കൊണ്ട് പ്രോഫിറ്റ് എന്ത് ചെയ്തോളും? കൂടിക്കോളും. നിങ്ങൾക്ക് എഫക്റ്റ് മനസ്സിലായോ? സോ അങ്ങനെയാണ് നമ്മുടെ ഗ്രാൻഡിൻ്റെ ബെനിഫിറ്റ് ഈ നെറ്റ് ഓഫ് മെത്തേഡിനകത്ത് വരുന്നത്. ഇൻഡയറക്റ്റ്ലി ആ ഗ്രാൻഡിൻ്റെ ബെനിഫിറ്റ് ഡിപ്രീസിയേഷൻ വഴി പോകുന്നുണ്ട്. ഓക്കെ, സോ നമ്മളപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഈ 40,000 ഈ നെറ്റ് ഓഫ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും. 80,000 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? SOPL എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഡെഫേർഡ് ഇൻകം മെത്തേഡ്. അതായത് ഇങ്ങനെ ഈ ഗ്രാൻഡിൻ്റെ എമൗണ്ട് അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുകയൊന്നുമില്ല. ഓക്കെ, ഈ $1,00,000 ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ SOFPയിൽ മെഷീൻ്റെ കോസ്റ്റായിട്ട് കാണിക്കും. ഈ 1,00,000 മുകളിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷന് കാര്യങ്ങളും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഗ്രാൻഡ് എമൗണ്ടില്ലേ, ഇത് നമ്മൾ ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി എന്ന് പറഞ്ഞ് കാണിക്കും. കാരണം എന്താണ്? നമ്മൾ ഈ അസറ്റ് ഈ മെഷീൻ യൂസ് ചെയ്ത് 5 വർഷം യൂസ് ചെയ്യും. സോ 5 വർഷം നമുക്ക് ഈ മെഷീനിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലേ? ആ ബെനിഫിറ്റിന്
അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ അസറ്റിൻ്റെ കോസ്റ്റ് 1 ലാക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 20,000 വെച്ച് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അല്ലേ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നുണ്ടാവില്ല. അത് ഡിപ്രീസിയേഷൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഡിപ്രീസിയേഷൻ്റെ കോൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിപ്രീസിയേഷനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഈ മെഷീൻ, അതായത് 1,00,000, ഞാനൊന്ന് ഷോർട്ടാക്കി പറയാം. ഈ 1,00,000 രൂപയ്ക്ക് വാങ്ങിയ അസറ്റ്, ഓക്കെ, നമ്മൾ ഒരൊറ്റ കൊല്ലം കൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അല്ല. നമ്മൾ പറഞ്ഞു യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണെന്ന്. സോ ഈ $1,00,000 വാല്യൂ ഉള്ള അസറ്റ് നമ്മൾ 5 വർഷം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ 5 വർഷം ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ആ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ ആ വർഷം അല്ലേ കാണിക്കുക. ഇയർ 1ലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ വന്ന എക്സ്പെൻസ് അവിടെ കാണിക്കും, 2ൽ അവിടെ കാണിക്കും. അങ്ങനെയാണ് നമ്മൾ എക്സ്പെൻസ് കാണിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ 1,00,000 5 വർഷത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. സോ നമ്മൾ ഈ 5 വർഷം കൊണ്ടാണ് അസറ്റ് യൂസ് ചെയ്യുന്നത്. 5 വർഷത്തിലായിട്ടാണ് നമുക്ക് എക്സ്പെൻസ് ഇൻകർ ആവുന്നത് അല്ലേ. സോ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ 60,000 നമുക്ക് ഇൻകം എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇനിഷ്യലി ഇത് ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യുക, ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ആൻഡ് 5 വർഷം ആവുന്ന അനുസരിച്ച് ഓരോ വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 60,000 നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും. ഈ 60,000 ഗ്രാൻഡ് എമൗണ്ടിനെ അതാത് കൊല്ലത്ത് വരുന്ന ഇൻകം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കും. നമ്മൾ എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ മെത്തേഡിലായിരിക്കും നമ്മൾ ഗ്രാൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഡിപ്രീസിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? കാരണം നമ്മൾ മെഷീൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ വഴി. ഇവിടെയും എന്താണ് മാച്ചിങ് കോൺസെപ്റ്റ്. നമുക്ക് ഒരു വർഷം ഇൻകർ ആവുന്ന ഇൻകവുമായിട്ട് ആ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസ് മാച്ച് ചെയ്ത് പോകണം അല്ലേ. സോ അതേപോലെ ഈ 60,000 നമുക്ക് എന്ത് ചെയ്യണം, അതാത് കൊല്ലം മാച്ച് ചെയ്ത് പോകണം. സോ ഏത് മെത്തേഡിലാണോ ഡിപ്രീസിയേഷൻ കാണുന്നത് ആ മെത്തേഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രാൻഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിസിൽ, അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കാണുന്നതെങ്കിൽ ഈ 60,000 5 വർഷത്തേക്ക് 12,000 ആണ് എന്ത് വരുന്നത്, നമുക്ക് ഗ്രാൻഡ് ഇൻകം പെർ ഇയർ വരുന്നത് അല്ലേ. ഈ 12,000 നമ്മൾ എന്ത് ചെയ്യും, ഓരോ വർഷവും, അതായത് 5 വർഷവും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇതാണ് ഡിഫേർഡ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെക്കോർഡ് അസറ്റ് അറ്റ് ഫുൾ കോസ്റ്റ്, റെക്കോർഡ് ഗ്രാൻഡ് as ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി, റിലീസ് ഗ്രാൻഡ് ഗ്രാജുവലി, റിലീസ് യൂഷ്വലി മാച്ചസ് ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്. എന്തുകൊണ്ടാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. On 1st January 2015, a company purchases a machine for $1,00,000. The government provide capital grant. ഓക്കെ, ഇവിടെ മെഷീൻ്റെ പർച്ചേസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഗ്രാൻഡ് തന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ഗ്രാൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. സോ ക്യാപിറ്റൽ ഗ്രാൻഡ് എത്ര കിട്ടി, 40,000 ടു സപ്പോർട്ട് ദ പർച്ചേസ് ഓഫ് ദിസ് മെഷീൻ. ദ മെഷീൻ ഹാസ് എ യൂസ്ഫുൾ ലൈഫ് ഓഫ് 5 years ആൻഡ് നോ റെസിജ്വൽ വാല്യൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിളിൽ ചെറിയൊരു ഡിഫറൻസ് വന്നു എന്നേ ഉള്ളൂ. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കിപ്പോവാം. നെറ്റ് ഓഫ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെഷീനിൻ്റെ കോസ്റ്റ് നിന്നും ഗ്രാൻഡ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും SOFPയിലോട്ട് പോകുന്നത് അല്ലേ. സോ മെഷീൻ ഇവിടെ എത്രയുണ്ട്, $1,00,000 നമ്മുടെ ഗ്രാൻഡ് എമൗണ്ട് 40,000 കുറച്ച് 60,000 നമ്മൾ എന്ത് ചെയ്യും, SOFPയിൽ മെഷീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. എത്ര, 60,000. ഇതാണ് SOFPയിൽ വരുന്ന എഫക്റ്റ്. ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ 60,000 മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. യൂസ്ഫുൾ ലൈഫ് 5 years ആണെന്ന് പറയുന്നുണ്ട്, സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്നും പറയുന്നുണ്ട്. സോ 60,000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത്
$12,000. 12,000 നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ എഴുതി. നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എവിടെയാണ് കാണിക്കുന്നത്? SOPL. സോ പെർ ഇയർ ഡിപ്രീസിയേഷനും കിട്ടി. ഇതാണ് നെറ്റ് ഓഫ് മെത്തേഡ്. ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ SOPLലും SOFPയിലും ഓരോ വർഷം എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് നോക്കാം. സോ ഇയർ 1, അതായത് 2015, 2016, 2017, 2018, 2019, ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് പെർ ഇയർ ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? എല്ലാ വർഷവും സെയിം ആയിരിക്കും അല്ലേ? സോ നമ്മൾ 5 കൊല്ലവും ഡിപ്രീസിയേഷൻ SOPLൽ 12,000 തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. SOFPയിൽ നമ്മുടെ അസറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മൾ ക്യാരിയിങ് വാല്യൂലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SOFPയിൽ കാണിക്കുന്നത് അല്ലേ? ക്യാരിയിങ് വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? കോസ്റ്റിൽ നിന്ന് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ക്യാരിയിങ് വാല്യൂ കിട്ടുക അല്ലേ? സോ നമ്മുടെ ഇവിടെ അസറ്റിന് എത്ര രൂപ വാല്യൂ ഉണ്ടായിരുന്നു? 60,000. മെഷീൻ 60,000. ഈ 60,000ൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത് 12,000. സോ 60,000ൽ നിന്ന് 12,000 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 48,000 കിട്ടും. ഇതായിരിക്കും നമ്മുടെ 2025 ക്യാരിയിങ് വാല്യൂ ആയിട്ട് നമ്മൾ SOFPയിൽ കാണിക്കുന്നത് അല്ലേ? ആൻഡ് 2026 വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 48,000ൽ നിന്ന് എന്ത് ചെയ്യും? 12,000 കുറയ്ക്കും. അങ്ങനെ 36,000 എന്ന് കിട്ടും. 36ൽ നിന്ന് അഗെയിൻ 12,000 കുറയ്ക്കുന്നു. സോ 24,000 എന്ന് പറഞ്ഞ് 2017 SOFPയിൽ എഴുതുന്നു. അഗെയിൻ നമ്മൾ 12,000 കുറയ്ക്കുന്നു. ദെൻ ക്യാരിയിങ് വാല്യൂ 0 ആയിക്കോയി. ഓക്കെ, സോ ഇതാണ് SOPLലും SOFPയിലും വരുന്ന കാൽക്കുലേഷൻ പാർട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് നെറ്റ് ഓഫ് മെത്തേഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡിൽ കൂടെ നോക്കാം. ഡെഫേർഡ് ഇൻകം മെത്തേഡ്. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ മെഷീൻ്റെ ഫുൾ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യും ആൻഡ് ഗ്രാൻഡ് എമൗണ്ട് ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി ആയിട്ടും കാണിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പെർ ഇയർ ഗ്രാൻഡ് എമൗണ്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സോ അതേ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം? ഗ്രാൻഡിനെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഗ്രാൻഡ് ഇൻകം പെർ ഇയർ എന്ത് ചെയ്യണം? 40,000 ഡിവൈഡ് ബൈ 5, 8,000 കിട്ടി. ഓക്കെ, സോ ആൻഡ് ഡിപ്രീസിയേഷൻ എത്രയെന്ന് വരും? 1 lakhൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. സോ 1 lakh ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 20,000 ഡിപ്രീസിയേഷനും കിട്ടും. ഇനി 5 വർഷം നമ്മൾ എങ്ങനെയാണ് SOPLലും SOFPയിലും കാണിക്കാൻ നോക്കാം. സോ SOPLൽ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ പെർ ഇയർ സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മുടെ ഡിപ്രീസിയേഷനും ഗ്രാൻഡ് ഇൻകവും എല്ലാ കൊല്ലവും സെയിം ആയിരിക്കും അല്ലേ? സോ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ 20,000 ചാർജ് ചെയ്യുക SOPLൽ. ആൻഡ് SOPLൽ ഗ്രാൻഡ് ഇൻകം 80,000 എല്ലാ കൊല്ലവും ചാർജ് ചെയ്യുക. ഇനി SOFPയിലോട്ട് വന്നു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? എങ്ങനെയാണ് കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റി എഴുതുക എന്നുള്ളത്. നമ്മൾ 2015 നിൽക്കുന്നത്. ഓക്കെ, 2015 ഡിസംബറിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വിത്തിൻ 12 months നമുക്ക് ഒരു ഗ്രാൻഡ് ഇൻകം പേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? സോ നമ്മുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാവും? 8,000 ആവും നമ്മുടെ കറണ്ട് ലയബിലിറ്റി അല്ലേ? ഈ ഒരു എമൗണ്ട്, ഈ ഒരു കറണ്ട് ലയബിലിറ്റി ആണ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നത്? ഗ്രാൻഡ് ഇൻകം ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ടോട്ടലി ഉള്ള ഗ്രാൻഡ് എമൗണ്ട് 40,000. ഇവിടെ നമ്മൾ 8,000 ഗ്രാൻഡ് ഇൻകം ഓൾറെഡി കാണിച്ചു. ആൻഡ് 8,000 കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിച്ചു. ഓക്കെ, അപ്പോൾ ബാലൻസ് എത്ര വരും? അപ്പോൾ വരുന്ന ബാലൻസ് ആണ് 24,000. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നോൺ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, 2016 പോവാം. ഓക്കെ, 2016 വരുമ്പോൾ ഇവിടെയുള്ള കറണ്ട് ലയബിലിറ്റി അല്ലേ, അതാണ് നമ്മൾ ഈ വർഷം എന്ത് ചെയ്യുന്നത്? SOPLൽ ഗ്രാൻഡ് ഇൻകം ആയിട്ട് കാണിക്കുക. ഓക്കെ, 2016 വെച്ച് നോക്കുന്ന സമയത്ത്, 2016 ഡിസംബറിൽ നിന്ന് നോക്കുന്ന സമയത്ത് വിത്തിൻ 12 months നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 8,000 ഗ്രാൻഡ് ഇൻകം കാണിക്കാൻ വേണ്ടി പറ്റും അല്ലേ? സോ അവിടെ കറണ്ട് ലയബിലിറ്റി 8,000 ഉണ്ട്. ഓക്കെ,
എഗെയിൻ ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഒരു 8,000 കൂടെ കുറയ്ക്കുക. അങ്ങനെ നമുക്ക് 16,000 കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, 5 വർഷത്തേക്ക് താഴേക്ക് റിപ്പീറ്റ് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് ഈ ഒരു ഡെഫേർഡ് ഇൻകം മെത്തേഡിൽ SOPLലും SOFPയിലും വരുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ വരുന്ന എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള ഇയർ ചെയ്യാതെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വേറൊന്നുമില്ല, നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഡിപ്രീസിയേഷൻ്റെ ബേസിസ് ഒന്ന് മാറ്റുവാൻ. ക്വസ്റ്റ്യൻ ഒക്കെ സെയിം ആണ്. ഓൺ 1st January 2015, a company purchases a machine for 1 lakh. The government provide a capital grant of 40,000 to support the purchase of this machine. The machine is depreciated using reducing balance method at 20% per year. Calculate 3-year depreciation and grant income recognized each year. Okay, question same ആണ്. ഇവിടെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ഒന്ന് ചേഞ്ച് ചെയ്തു, റെഡ്യൂസിങ് ബാലൻസിലോട്ടാക്കി ആൻഡ് 3 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 3 വർഷത്തെ ഡിപ്രീസിയേഷനും ഗ്രാൻഡ് ഇൻകവും റെക്കഗ്നൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്കിൽ നമ്മൾ ഗ്രാൻഡ് എമൗണ്ട് ഓൾസോ അലോക്കേറ്റ് ചെയ്യുന്നത് ഏത് ബേസിസിലായിരിക്കും, റെഡ്യൂസിങ് ബാലൻസിൻ്റെ ബേസിസിലായിരിക്കും എന്നുള്ളത് ഓർക്കുക. സോ നമുക്ക് ഡിപ്രീസിയേഷനും പെർ ഇയർ ഗ്രാൻഡ് ഇൻകം എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഈ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളിതാ ഈ ഒരു ഓർഡറിൽ ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇയർ, കോസ്റ്റ് ഓർ ക്യാരിയിങ് വാല്യൂ, നെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇവിടെ ഇയർ എഴുതി. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് $1 lakh ആയിരുന്നു അല്ലേ. ഈ $1 lakh മുകളിലാണ് 20% ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ 1 lakh into 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $25,000. രണ്ടാമത്തെ വർഷം ക്യാരിയിങ് വാല്യൂ. എങ്ങനെയാണ് ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിക്കുക? നമ്മുടെ കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. സോ 1 lakh നിന്ന് ഈ 25 കുറയ്ക്കുന്ന സമയത്ത് 75,000 ക്യാരിയിങ് വാല്യൂ കിട്ടും. ഈ ക്യാരിയിങ് വാല്യൂവിൻ്റെ മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ. സോ 75,000 into 20%, 15,000 ഡിപ്രീസിയേഷൻ കിട്ടി. എഗെയിൻ തേർഡ് ഇയർ ആയി, നമ്മൾ ക്യാരിയിങ് വാല്യൂവിൻ്റെ ബേസിസിലാണ് എടുക്കേണ്ടത്. സോ 75,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 15,000 കുറയ്ക്കുക. അപ്പോൾ $60,000 ക്യാരിയിങ് വാല്യൂ കിട്ടും. ഓക്കെ, സോ ഈ ക്യാരിയിങ് വാല്യൂവിൻ്റെ മുകളിൽ നമ്മൾ 20% ഡിപ്രീസിയേഷൻ കാണുമ്പോൾ $12,000 ഡിപ്രീസിയേഷൻ കിട്ടും. ഇങ്ങനെ നമ്മൾ 3 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇതേപോലെ ഗ്രാൻഡ് ലയബിലിറ്റി ഓൾസോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. നമുക്ക് ടോട്ടൽ ഗ്രാൻഡ് എത്രയുണ്ട്, $40,000 ഗ്രാൻഡ് ഉണ്ട്. ഇതെന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ ബേസിസ്. ഇവിടുത്തെ ഡിപ്രീസിയേഷൻ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പെർ ഇയർ 20% ആണ്. സോ ആ 20% വെച്ച് എന്ത് ചെയ്ത് പോയാൽ മതി, നമ്മൾ ഗ്രാൻഡ് ഇൻകം റെക്കഗ്നൈസ് ചെയ്ത് പോയാൽ മതി. സോ ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുക, 40,000 into 20% ചെയ്യുമ്പം 8,000 കിട്ടും. ആൻഡ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ CV കണ്ടുപിടിക്കുന്നത് പോലെ, ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിക്കുന്നത് പോലെ $40,000 എന്ത് ചെയ്യുക, ഗ്രാൻഡ് ഇൻകം റെക്കഗ്നൈസ് ചെയ്ത് 8,000 കുറയ്ക്കുക. അപ്പോൾ 30,000 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 32,000 മുകളിൽ 32,000 മുകളിൽ എന്ത് ചാർജ് ചെയ്യുക, 20% ചാർജ് ചെയ്യുക. സോ അങ്ങനെ $6,400 എന്ന് കിട്ടും സെക്കൻഡ് ഇയറിലെ ഗ്രാൻഡ് ഇൻകം. ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക, 32,000 മൈനസ് 6,400 ചെയ്യുമ്പോൾ 25,600 കിട്ടും. ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, 20% ചാർജ് ചെയ്യുക. 5,120 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഡിപ്രീസിയേഷൻ്റെ ഏരിയയും ഗ്രാൻഡ് ഇൻകത്തിൻ്റെയും ഏരിയയിൽ വരുന്ന എന്താണ്, നമ്മുടെ ഫിഗേഴ്സിന് വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ SOFPയിലെ കറണ്ട് ലയബിലിറ്റിയും SOFPയിലുള്ള നോൺ കറണ്ട് ലയബിലിറ്റിയുടെ കാൽക്കുലേഷൻ പാർട്ട് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ,
നമ്മൾ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഗ്രാൻഡ് ഇൻകവും അതാത് ഇയറിലുള്ളത് എടുത്തെഴുതുക. നമ്മുടെ കറണ്ട് ലയബിലിറ്റി SOFPയിലുള്ള എമൗണ്ട്സ് കാണിക്കുക ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി ഓൾസോ കാണിക്കുക. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കി. ഞാനത് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഫേർഡ് ഇൻകം മെത്തേഡിൽ റെഡ്യൂസിങ് ബാലൻസ് വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ഗ്രാൻഡ് ആണ്. നമ്മൾ ആദ്യം ഗ്രാൻഡ് എന്താണ് എന്ന് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് കുറച്ച് കണ്ടീഷൻസ് വച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇൻ കേസ് ആ കണ്ടീഷൻസ് നമ്മുടെ ബിസിനസ്സിന് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾക്ക് കിട്ടിയ ഗ്രാൻഡ് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. സോ റീപേയ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ കണ്ടീഷൻസ് ആർ ബ്രീച്ച്ഡ്. സോ ഈ ഒരു റീപേയ്മെൻറ്റ് കാരണം നമുക്ക് മുന്നേ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഐറ്റംസ് പോയിട്ട് മാറ്റാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലേ. നമുക്കിനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്താനേ പറ്റുള്ളൂ. സോ അവിടെ പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതായത് മുന്നോട്ട്, അതായത് ഇനിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ വേണ്ടി പറ്റും. സോ ഇഫ് ഗ്രാൻഡ് ബിക്കം റീപേയബിൾ ഇറ്റ് ഈസ് ട്രീറ്റഡ് പ്രോസ്പെക്റ്റീവ്ലി ലൈക്ക് എ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ്. സോ റീപേയ്മെൻറ്റ് ഓഫ് ഗ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അതൊരു ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റിൽ വരുന്നൊരു ഐറ്റം ആണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ ഗ്രാൻഡ് കിട്ടി. ആ റവന്യൂ ഗ്രാൻഡിൻ്റെ റീപേയ്മെൻ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, നമുക്കൊരു റവന്യൂ ഗ്രാൻഡ് $60,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 3 വർഷത്തേക്കായിരുന്നു നമുക്ക് ഈ 60,000 കിട്ടിയത്. സോ പെർ ഇയർ ഗ്രാൻഡ് ഇൻകം എന്ന് പറയുന്നത് 20,000 ആണ്. ഓക്കെ, നമ്മൾ കോൺട്രാക്ട് ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുവാണ്. ഓക്കെ, കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 60,000 ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം, അല്ലേ, ഗവൺമെൻറ്റിന് കൊടുക്കണം. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇത് അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ $60,000 നമ്മൾ ആർക്ക് കൊടുക്കും, ഗവൺമെൻറ്റിന് കൊടുക്കും. സോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 60,000 കുറയും, അല്ലേ. സോ ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇത് മനസ്സിൽ വിചാരിക്കുക. നമ്മൾ $20,000 എന്ത് ചെയ്തു, നമ്മൾ ആദ്യം P&L, ഓക്കെ, P&L ഇയർ 1 നമ്മൾ ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ. സോ ഈ ഇൻകം എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി 20,000 കാണിച്ചു. സോ ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇയറിൽ P&L എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും, 20,000 കാണിക്കും. ഓക്കെ, ഇവിടെ ഇൻകം 20,000 കൂടി നിന്നത് കാരണം പ്രോഫിറ്റ് ഓൾസോ കൂടിയിട്ടുണ്ടാവില്ലേ. ഓക്കെ, ആൻഡ് ഈ പ്രോഫിറ്റ് നമുക്ക് കുറയ്ക്കണം. സോ എക്സ്പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ത് ചെയ്തോളും, കുറഞ്ഞോളും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഇൻകം ആയിട്ട് കാണിച്ച ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക, P&L എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ 60,000-ൽ 20ൻ്റെ കാര്യം സെറ്റാക്കി. ബാക്കി 40,000 എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട്, അല്ലേ, ഗ്രാൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുക്സിലുണ്ട്. ഇനി ലയബിലിറ്റി ഉണ്ടോ, ഇല്ല, നമ്മൾ പേ ചെയ്യാൻ വേണ്ടി പോവുകയല്ലേ. സോ ലയബിലിറ്റി പേ ചെയ്യാൻ പോവുകയാണ്, ലയബിലിറ്റി കുറയാൻ പോവുകയാണ്. ലയബിലിറ്റി കുറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ എക്സ്പെൻസ് 20,000 കാണിച്ചു. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. സോ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. റീപേയ്മെൻറ്റ് ഓഫ് റവന്യൂ ഗ്രാൻഡിൻ്റെ ഡെബിറ്റ് എന്താണ്, നമുക്ക് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാം. ഡെബിറ്റ് എക്സ്പെൻസ് $20,000 ആൻഡ് എന്ത് ഡെബിറ്റ് ചെയ്യാം, ഗ്രാൻഡ് ലയബിലിറ്റി, അല്ലേ. നമ്മൾ നേരത്തെ ലയബിലിറ്റി റെക്കോർഡ് ചെയ്തതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. 40,000 നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ക്യാഷ് കൊടുക്കുകയാണില്ലേ. സോ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. സോ ക്രെഡിറ്റ് ക്യാഷ് 60,000. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, റീപേയ്മെൻറ്റ് ഓഫ് റവന്യൂ ഗ്രാൻഡിൽ വരുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗ്രാൻഡ് ഇൻ നെറ്റ് ഓഫ് മെത്തേഡ്. ക്യാപിറ്റൽ ഗ്രാൻഡിൻ്റെ റീപേയ്മെൻ്റ് ആണ്, അതും നെറ്റ് ഓഫ് മെത്തേഡിലുള്ളത്.
എങ്ങനെയായിരുന്നു നമ്മൾ നെറ്റ് ഓഫ് മെത്തേഡിൽ ഗ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്തിരുന്നത്? നമ്മുടെ അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന്, അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് ഗ്രാൻഡ് എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരുന്നു നമ്മൾ SOFTയിൽ കാണിച്ചിരുന്നത് അല്ലേ? $1,00,000 അസറ്റ് പർച്ചേസ് ചെയ്തു, നമുക്ക് ഗ്രാൻഡ് 40,000 കിട്ടി ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ അസറ്റ് എങ്ങനെയാണ് കാണിച്ചിരുന്നത്? 1,00,000 നിന്ന് 40,000 കുറച്ച് 60,000 ആയിരുന്നു നമ്മൾ SOFTയിൽ നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നത് അല്ലേ? നമ്മളിപ്പോൾ എന്ത് ചെയ്തു? കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തു. സോ ഈ 40,000 നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് തിരിച്ച് കൊടുക്കണ്ടേ? കൊടുക്കണം. സോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നോക്കാം. ഈ അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് നമ്മൾ ഈ 40,000 കുറച്ചില്ലേ, അത് കുറച്ചതിനെ അങ്ങ് മാറ്റുക. ഓക്കെ, അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും പഴയ കോസ്റ്റിലേക്ക് എത്തിക്കുക. സോ അതിന് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ അസറ്റ് $40,000 കുറച്ചല്ലേ എഴുതിയിരിക്കുന്നത്, അസറ്റിൻ്റെ വാല്യൂ 40,000 കൂട്ടുക. സോ അസറ്റ് കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് നോൺ കറണ്ട് അസറ്റ് എന്ത് ചെയ്യുന്നു? 40,000 ഇതാ നമ്മൾ കൂട്ടുകയാണ്. MPP എന്ന് എഴുതാട്ടോ. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്യാഷ് കൊടുക്കും അല്ലേ? നമുക്ക് ആർക്ക് ക്യാഷ് കൊടുക്കും? ഗവൺമെൻറ്റിലേക്ക് ക്യാഷ് കൊടുക്കും 40,000. ഓക്കെ, ഗ്രാൻഡ് പേയബിൾ ആണിത്. ഓക്കെ, സോ നമ്മുടെ അസറ്റിനെ പഴയ എമൗണ്ടിലേക്ക് എത്തിക്കുക. അതായത് ഗ്രാൻഡ് എമൗണ്ട് എത്രയാണോ കുറച്ചത് അത് PPൻ്റെ കൂടെ കൂട്ടുക. സോ ഡെബിറ്റ് PPE 40,000. നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷ് പോയി. സോ 40,000 ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് നെറ്റ് ഓഫ് മെത്തേഡിൽ ക്യാപിറ്റൽ ഗ്രാൻഡിൻ്റെ റീപേയ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗ്രാൻഡിൻ്റെ റീപേയ്മെൻറ്റ് തന്നെയാണ്, ബട്ട് ഇവിടെ ഡിഫേർഡ് ഇൻകം മെത്തേഡിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റീപേയ്മെൻറ്റ് കാണിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഈ അസറ്റിൻ്റെ കോസ്റ്റ് 1,00,000 തന്നെയാണ്, ഗ്രാൻഡ് 40,000ഉം, ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലായിരുന്നു, യൂസ്ഫുൾ ലൈഫ് 5 ഇയേഴ്സും ആയിരുന്നു. ഓക്കെ, 2 വർഷം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 2 ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തു. ഓക്കെ, കോൺട്രാക്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. സോ 2 വർഷം കഴിയുമ്പോൾ 2ാമത്തെ വർഷം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മൾ റീപേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പോവാണ്. സോ പെർ ഇയർ ആയിട്ട് നമ്മൾ ഗ്രാൻഡ് ഇൻകം റെക്കഗ്നൈസ് ചെയ്തിരുന്നത് $80,000 ആയിരുന്നു. ഇതും സെയിം നമ്മൾ നേരത്തെ ഒക്കെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. സോ $80,000 ആയിരുന്നു പെർ ഇയർ ഗ്രാൻഡ് ഇൻകം ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ എന്ത് ചെയ്തു? കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 40,000 ഗവൺമെൻറ്റിന് കൊടുക്കണം അല്ലേ? നമ്മൾ ഓൾറെഡി ഇൻകം എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഇൻകം എന്ന് പറഞ്ഞിട്ട് SOPL എത്ര എമൗണ്ട് കാണിച്ചു? 2 വർഷം ഈ 80,000 കാണിച്ചു അല്ലേ? സോ 80,000 ഇൻറ്റു 2 എന്ന് പറയുന്നത് $16,000 നമ്മൾ ഓൾറെഡി SOPL 2 വർഷമായിട്ട് ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചു. 16,000. ഓക്കെ, സോ ഓൾറെഡി ഇൻകം ആയിട്ട് നമ്മൾ കാണിച്ചില്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? SOPL എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ. സോ എക്സ്പെൻസ് ആയിട്ട് 16,000 കാണിക്കുക. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ എക്സ്പെൻസ് കൂട്ടി കാണിച്ചു. എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. സോ ഈ 16,000 നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഈ 16,000 കാണിച്ചു അല്ലേ? ഇൻകം ആയിട്ട് കാണിച്ചു. സോ നമ്മുടെ ഇനി ബാലൻസ്, അതായത് 40,000 ഗ്രാൻഡിൽ നിന്ന് 16,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 24,000. ഈ 24,000 ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബുക്സിൽ കിടക്കുന്നത് അല്ലേ? ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇങ്ങനെ ഇവിടെ ഒരു ലയബിലിറ്റി ഉണ്ടോ? നമ്മളിപ്പോൾ പേ ചെയ്യാൻ വേണ്ടി പോവല്ലേ? സോ അവിടെ ലയബിലിറ്റി ഉണ്ടോ? ലയബിലിറ്റി ഇല്ല. സോ ലയബിലിറ്റി കുറയ്ക്കണ്ടേ? ലയബിലിറ്റി കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്യുക. സോ ഡെബിറ്റ് ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി 24,000. ആൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ്, നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ക്യാഷ് എത്ര കൊടുക്കും? 40,000 പേ ചെയ്യും. സോ ക്യാഷ് പോയില്ലേ? അസറ്റ് കുറഞ്ഞില്ലേ? അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അസറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജേർണൽ എൻട്രി ഒന്ന് എഴുതി നോക്കാം. ഡെബിറ്റ് ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി, ഡിഫേർഡ്
ഇൻകം ലയബിലിറ്റി എത്ര? 24,000. ആൻഡ് ഡെബിറ്റ് എക്സ്പെൻസ് എത്ര? 16,000. ആൻഡ് ക്രെഡിറ്റ് ക്യാഷ് 40,000. ഓക്കെ, സോ ഇതാണ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗ്രാൻഡ് അണ്ടർ ഡിഫേർഡ് ഇൻകം മെത്തേഡ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതർ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണ്. അല്ലേ, നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ ഗവൺമെൻറ് അസിസ്റ്റൻസ് എന്ന് വിളിച്ചിരുന്നത്. എല്ലാ ഗവൺമെൻറ് അസിസ്റ്റൻസും എന്തല്ല, ഗ്രാൻഡ് അല്ല എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഗ്രാൻഡായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഒന്നുകിൽ നമ്മൾ കണ്ടീഷൻസ് മീറ്റ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഗ്രാൻഡ് കിട്ടും എന്ന് ഉറപ്പുണ്ടായാൽ മാത്രമേ ആ ഗവൺമെൻറ് അസിസ്റ്റൻസിനെ നമ്മൾ ഗ്രാൻഡായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതർ ഗവൺമെൻറ് അസിസ്റ്റൻസിനെ നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ആണ്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനീസിന് 0% ഇൻട്രസ്റ്റിന് ലോണ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതെന്തല്ല, ഇത് ഗ്രാൻഡ് അല്ല. ഓക്കെ, ഇത് ഗ്രാൻഡ് അല്ല. ഇവിടെ എന്താണ്, ലോണാണ് കൊടുക്കുന്നത് അല്ലേ. സോ ഇത് നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ഗ്രാൻഡായിട്ട് ട്രീറ്റ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ഒരു കേസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു ബെനിഫിറ്റ്. എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഈ ഗവൺമെൻറ് നമുക്ക് ഈ 0% ലോണ് തന്നില്ലേ, ഈ ലോണ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്, ഓക്കെ, നമ്മളിപ്പം ബാങ്കിൽ നിന്നൊക്കെയാണ് നമ്മൾ കടമായിട്ട് അതായത് ലോൺ എടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു 5% ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 5% ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടിയിരുന്ന ലോണാണ് നമുക്ക് ഗവൺമെൻറ് 0% എന്ത് ചെയ്തത്, നമുക്ക് ലോണ് പ്രൊവൈഡ് ചെയ്തത്. സോ ഇവിടെ വന്ന ഈ ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കാരണം നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായില്ലേ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് പേ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. സോ ആ ഒരു ബെനിഫിറ്റ് ഇല്ലേ, ആ ഒരു പർട്ടിക്കുലർ ബെനിഫിറ്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഗ്രാൻഡായിട്ട് ട്രീറ്റ് ചെയ്യും. ബാക്കി ലോൺ എമൗണ്ടും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യില്ല, ഗ്രാൻഡായിട്ട് കാണിക്കില്ല, അത് ലോണായിട്ട് തന്നെയാണ് കാണിക്കുക. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം, ഫോർഗീവബിൾ ലോൺസ്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡൗട്ട് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ പറഞ്ഞത്. ഫോർഗീവബിൾ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ തന്നെയാണ്. ഈ ഒരു ലോൺ നമുക്ക് ഗവൺമെൻറ് തരുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, കുറച്ച് കണ്ടീഷൻസിൻ്റെ ബേസിസിലാണെന്ന് വിചാരിക്കുക. ഈ കണ്ടീഷൻ എവിടെ കയറി വരുന്നുണ്ട് അല്ലേ. സോ കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് എന്തെന്ന് മനസ്സിലായി, ഇത് ഗ്രാൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഫോർഗിവബിൾ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടേൺ കണ്ടീഷൻസിൻ്റെ ബേസിസിൽ നമുക്കൊരു ലോൺ കിട്ടുകയാണ്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ലോണ് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ലോണിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോർഗിവബിൾ ലോൺ എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കണ്ടാൽ അത് ഫോർഗിവബിൾ ലോൺ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, രണ്ടും രണ്ടാണ്. ഫോർഗിവബിൾ ലോണ് കണ്ടീഷൻ മീറ്റ് ചെയ്താൽ അത് ഫുള്ളി എന്തായിട്ട് നമ്മൾ കാണിക്കും, ഗ്രാൻഡായിട്ട് കാണിക്കും. ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അങ്ങനെ അല്ല. അവിടെ കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് മാത്രമാണ് എന്തായിട്ട് കാണിക്കുന്നത്, ഗ്രാൻഡായിട്ട് കാണിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ഫ്രീ ലോണിന് അവിടെ എന്ത് വരുന്നുണ്ട്, അവിടുത്തെ ഒരു ലോൺ പ്ലസ് ഗ്രാൻഡാണ് അല്ലേ. ആ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് പാർട്ട് ഗ്രാൻഡും ബാക്കിയുള്ളത് ലോണുമാണ്. നമ്മുടെ ഫോർഗിവബിൾ ലോൺ അങ്ങനെ അല്ല. ഓക്കെ, സോ ഇത് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് അതർ ഗവൺമെൻറ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ഗ്യാരണ്ടീസ് ആണ്. എന്താണ് ഈ ലോൺ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കമ്പനി എന്ത് ചെയ്തു, ഒരു ലോണ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ബിസിനസ്സിന് ഒരു ലോൺ റീപേ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സോ നമ്മുടെ കമ്പനിക്ക് പകരം ആര് ഈ ലോൺ റീപേ ചെയ്യും, നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും, റീപേ ചെയ്യും.
സോ ഇതൊരു ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം കമ്പനിയിലോട്ട് ഗവൺമെൻറ് ക്യാഷ് തരുന്നുണ്ടോ? ഇല്ല. സോ ഡയറക്റ്റ്ലി കമ്പനിയിലേക്ക് ക്യാഷ് വരുന്നില്ല. പകരം കമ്പനിയുടെ റിസ്ക് കുറയ്ക്കുകയാണ് അല്ലേ? ബോറോയിങ് റിസ്ക്കാണ് നമ്മുടെ ഗവൺമെൻറ് കുറയ്ക്കുന്നത്. സോ അതുകൊണ്ട് ഇതൊരു ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതെന്തല്ല, ഇതൊരു ഗ്രാൻഡ് അല്ല. കാരണം ഗ്രാൻഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ആൻഡ് തേർഡ് വൺ ഇസ് ടാക്സ് ഹോളിഡേയ്സ് ആണ്. ടാക്സ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇപ്പോൾ ഒരു കമ്പനീനോട് പറയുവാണ്, നിങ്ങൾ 5 വർഷത്തേക്ക് ടാക്സ് പേ ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ പറയുകയാണ്. അതാണ് ടാക്സ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷോ അസറ്റോ എന്തെങ്കിലും തരുന്നുണ്ടോ? ഇല്ല. ഇത് ജസ്റ്റ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്ന ലയബിലിറ്റീനെ കുറയ്ക്കുന്നു എന്ന് മാത്രം. സോ അതും നമുക്ക് ഗ്രാൻഡായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇത് ഓൾസോ എന്താണ്? ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത് ഓൾസോ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണ്. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഫ്രീ ടെക്നിക്കൽ അഡ്വൈസ്. നമ്മുടെ ബിസിനസ്സിലേക്ക്, നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ തരുവാണെന്ന് വിചാരിക്കുക. അതും ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണ്, ഗ്രാൻഡ് അല്ല. ഓൾസോ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്. അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ചുറ്റുപാടും ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു റോഡ് നമ്മുടെ ഗവൺമെൻറ് പണിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആ റോഡോ പോർട്ടോ പണിത് തരുന്നതാണോ? അല്ല. ഈ ഒരു ബെനിഫിറ്റ് അവിടെയുള്ള എല്ലാ കമ്പനിക്കും കിട്ടുന്നുണ്ട്. സോ ഇത് നമുക്ക് ഒരു എക്കണോമിക് സപ്പോർട്ടായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഗ്രാൻഡായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല. സോ ഈ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഓൾസോ എന്താണ്? ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഗവൺമെൻറ് അസിസ്റ്റൻസിൻ്റെ അണ്ടറിൽ കാണിക്കുന്ന ഐറ്റത്തിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട്സിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പോളിസി ഓഫ് ഗ്രാബ്. അതായത് നമ്മളിപ്പം ക്യാപിറ്റൽ ഗ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ഓഫ് മെത്തേഡാണോ അതോ ഡിഫേർഡ് ഇൻകം മെത്തേഡിലാണോ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഗ്രാൻഡ് റെക്കോർഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഗ്രാൻഡ് റെക്കഗ്നൈസ്ഡ്. അതായത് നമ്മുടെ ഗ്രാൻഡിൻ്റെ നേച്ചർ, അതായത് ഇത് റവന്യൂ ഗ്രാൻഡ് ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗ്രാൻഡ് ആണോ എന്ന് കാണിക്കുക. ആൻഡ് ഈ ഗ്രാൻഡ് നമുക്ക് എത്ര വർഷത്തേക്കുള്ള ഗ്രാൻഡാണ് കിട്ടിയത് എന്നുള്ളത് ഓൾസോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് തേർഡ് ഈസ് എമൗണ്ട് റെക്കഗ്നൈസ്ഡ് ഇൻ പി ആൻഡ് എൽ. നമ്മൾ പി ആൻഡ് എല്ലിൽ ഈ ഗ്രാൻഡുമായി റിലേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത എമൗണ്ട് ഓൾസോ നമ്മൾ എഫ് എസിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? യൂസേഴ്സിന് ഈ ഗവൺമെൻറ് എങ്ങനെയാണ് കമ്പനിയുടെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്തത് എന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റുള്ളൂ. സോ എമൗണ്ട് റെക്കഗ്നൈസ്ഡ് ഇൻ പി ആൻഡ് എൽ ഓൾസോ ഡിസ്ക്ലോസ് ചെയ്യുക. ആൻഡ് അൺഫുൾഫിൽഡ് കണ്ടീഷൻസ് ഓർ കണ്ടിജൻസീസ്. അതായത് നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ ഫുൾഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, ഫുൾഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഓൾസോ ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് ഫിഫ്ത്ത് ഈസ് അതർ ഗവൺമെൻറ് അസിസ്റ്റൻസ്. നമ്മൾ മുകളിൽ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇവരെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എഫ് എസിൽ ഡിസ്ക്ലോസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് IAS 20 റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. IAS 20 ഗവൺമെൻറ് ഗ്രാൻഡ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെൻറ് അസിസ്റ്റൻസ് നമ്മൾ 2 പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് എന്താണ് ഗവൺമെൻറ് ഗ്രാൻഡ് എന്നും എന്താണ് ഗവൺമെൻറ് അസിസ്റ്റൻസ് എന്നും എങ്ങനെയാണ് ഗ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഗ്രാൻഡ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നോക്കി ഡിസ്ക്ലോഷറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ഇൻഫേറ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ ചാനലിൻ്റെ ലിങ്ക് പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം, വേണമെന്നുള്ളൊരു ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഗവൺമെൻറ് ഗ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഗവൺമെൻറ് ഗ്രാൻഡിലുള്ളതുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ്. സോ അത് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം
എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കതൊരു വേറെ തന്നെ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആൻഡ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത്രയേ ഉള്ളൂ IAS 20 ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.